നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ദുരൂഹ മരണത്തിൽ വിവാദ സമാധി കല്ലറ പൊളിക്കുന്നത് ജില്ലാ ഭരണകൂടം ഇന്നലെ തീരുമാനമെടുക്കും. ഇന്നലെ പൊളിക്കാൻ പറ്റിയില്ല. വളരെ വികാരപരമായി കുടുംബാംഗങ്ങൾ പ്രതികരിച്ചിരുന്നു. നാട്ടുകാരിലൊരു വിഭാഗവും ഈ കല്ലറ പൊളിക്കുന്നതിനെതിരെ നിന്നു. അതേസമയം ദുരൂഹത ബാക്കിയാകുകയാണ്. ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നിൽ മറ്റ് സാധ്യതകളൊന്നുമില്ല. കല്ലറ പൊളിച്ച് പരിശോധന നടത്തിയേ പറ്റൂ എന്നുള്ള അവസ്ഥയുണ്ട്. കാരണം നാളെയോ മറ്റന്നാളോ മറ്റൊരു സംഭവത്തിലും കല്ലറ പൊളിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങിയാൽ ഇതേ പ്രശ്നം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. കല്ലറ പൊളിച്ച് പരിശോധന നടത്തിയ എത്രയോ അനുഭവങ്ങൾ സംസ്ഥാനത്തുണ്ട് താനും. അതുകൊണ്ട് എന്തായാലും ഈ നാളെയോ മറ്റന്നാളോ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, വിശദാംശങ്ങൾ, അതുപോലെ ഈ സ്വാമിയുടെ മകൻ്റെ പ്രതികരണം അതുകൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഗോപൻ സ്വാമിയുടെ മകൻ പ്രതികരിക്കുകയാണ്. ഞാനും അനുജനും മീഡിയ ചാനലിൽ സത്യസന്ധമായിട്ടുള്ള മറുപടി ഞങ്ങൾ പറഞ്ഞത് അത് ഒരിക്കലും ലൈവായിട്ട് ആരും തന്നെ ഇട്ടിട്ടില്ല. അതിനെ എഡിറ്റ് ചെയ്ത് അതിനെ കട്ട് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. ഞാൻ ഇന്നലെ മീഡിയ ചാനലിൽ റിപ്പോർട്ട് ചാനലിലും ഇന്നലെ 24 ചാനലിൽ 24 ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, 2-3 ചാനലിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ലൈവായിട്ട് തന്നെ ഇടണം. അതിൽ കട്ടിങ്ങോ ഇതൊന്നും പാടില്ല. കാര്യം എടുക്കുന്ന ഇതിൽ കളക്ടറുടെ എനിക്ക് തന്നായിരുന്നോ? എനിക്ക് തന്നിട്ടില്ല. ഒരാളെ കാണാനില്ലെന്ന് പരാതി ലഭിച്ചു. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ വിശ്വാസതയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ചില പ്രശ്നങ്ങളുണ്ടാകും. ഓക്കെ, നാട്ടുകാരും പറയുന്നു. അതിന്റെ സത്യാവസ്ഥ തെളിയാനായിട്ട് ഒരു പോസ്റ്റ്മോർട്ടം ആവശ്യമാണ്. അതാണ് നിയമപരമായി പോലീസ് ചെയ്യുന്നത്. അതിനോട് നിങ്ങൾ എങ്ങനെ സഹകരിക്കും? അത്രേ ഉള്ളൂ സാർ. ഇപ്പോൾ ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുക എന്നതുള്ള ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. കാര്യം ഇപ്പോൾ ഇവിടെ അച്ഛൻ സമാധിയെ തുടർന്ന് സമാധിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ആക്രമിക്കാനായിട്ടാണ് മുസ്ലിങ്ങളെല്ലാം കയറി വന്നിട്ടുള്ളത്. പറയണമെന്നത് മനസ്സിലാക്കുക. കാര്യം ഇതിൽ പറയുന്നത് മനസ്സിലാക്കുക. കാര്യം എന്ന് പറയുമ്പോൾ ഇതിൽ ഏകദേശം 4 വർഷമായി നിങ്ങളവിടെ ഇറങ്ങി വരുന്ന നാഗരുടെ പ്രതിഷ്ഠയുടെ തൊട്ടടുത്തായിട്ട് അതൊരു മുസ്ലിമിന്റെ വകയാണ്. അപ്പോൾ മുസ്ലിമിന്റെ വക വിൽക്കാനായിട്ട് ഇട്ടിക്കുകയാണ്. പറയുന്നതൊന്നും മനസ്സിലാക്കി. ഇതാണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആ പോയിന്റ് മാത്രം വച്ചിരുന്നിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. അല്ല, നിങ്ങൾ അങ്ങനെ ഇല്ല. ഇത് പ്രശ്നം നിയമപരമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയണം. അതെല്ലാവരും നോക്കുന്ന കാര്യമുണ്ട്. കാരണം ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസിന്റെ സത്യാവസ്ഥ എന്താണ് X or Y കണ്ടെത്തണം. അതിൽ നിങ്ങൾ സഹകരിക്കുമോ? ഇല്ല. ഞങ്ങൾ നിയമത്തിന്റെ വഴി അതിലോട്ട് തന്നെ പോകും. കാര്യം ഇപ്പോൾ ഇല്ല അതിന് നിയമത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരം അനുസരിച്ചുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ പോകും. ഹിന്ദു ആചാരം എങ്ങനെയാണോ അത് അനുസരിച്ച് തന്നെ പോയി. എന്നാ പിന്നെ ഇപ്പൊ നെയ്യാറ്റിങ്കര നമ്മളിപ്പോൾ നമ്മുടെ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ സമാധി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തെടുത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമ്മൾ തിരിച്ചതുപോലെ വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്ത് പവിത്രതയാണ് ഇരിക്കുന്നത്? ആ സമാധിക്ക് എന്ത് പവിത്രതയാണ് ഇരിക്കുന്നത്? അപ്പോൾ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന പലതരത്തിലുള്ള പരാതി ആശങ്കകളുണ്ട്. അപ്പോൾ അത് പരിഹരിക്കണമെന്ന് നിങ്ങൾക്ക് ഒരു മനസ്സിലായില്ല. അതായത് ഇപ്പോൾ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് മരണമല്ലല്ലോ, ഈ സമാധി ബന്ധപ്പെട്ട് സ്വാഭാവികമായ മരണമാണെന്നോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നോ ഒക്കെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഉൾപ്പെടെ പരാതിയുണ്ട്. അപ്പൊ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് കുടുംബം എന്താണ് ചെയ്യുന്നത്? ഇതിപ്പോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ പരാതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ട് പരാതി കൊടുത്ത് അത് ഞങ്ങളുടെ വീട്ടിന്റെ അതേ മുകളിലിരിക്കുന്ന ഈ വീടിന്റെ മുകളിലിരിക്കുന്ന ബിഷംബരൻ എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ ബന്ധു എന്ന് പറഞ്ഞിട്ട് അവിടെ പരാതി കൊടുത്തിട്ടുള്ളത്. ഈ പരാതി കൊടുത്തിട്ട് ഉള്ള ആള് ഞങ്ങളുടെ ജാതിയുമല്ല. എന്നു പറഞ്ഞു കഴിഞ്ഞാല് അവര് എന്താ പറയാ, നമ്മുടെ ബന്ധുക്കളും അല്ല. അത് 100% ഉറപ്പ്. പിന്നെ അയാളുമായിട്ട് ഞങ്ങളുള്ള പ്രശ്നം വരാനായിട്ട് കാരണം ഈ ക്ഷേത്രത്തിന്റെ അവിടെ കൂടെ വഴി കൊടുക്കാത്തതിന്റെ കാരണം ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കാര്യം കൂടെ കേട്ടിട്ട് ഈ ഒരു കാര്യം കൂടെ കേട്ടിട്ട് നമുക്ക് ഇനി സാർ എന്ത് ചോദിച്ചാലും ഞാൻ പറയാം. കാര്യം ഇവിടെ അജിത മെമ്പർ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരും.
കാര്യം ഈ വിശംബരന് വേണ്ടി റോഡ്, അതായത് ഇന്നലെ ബന്ധുവാണെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്ത ഈ വിശംബരന് വേണ്ടി റോഡ് ഞങ്ങളുടെ വസ്തുവിൽ നിന്ന് കൊടുക്കാനായിട്ട് ഐതാ മേഡത്തിനെ വിളിച്ചുകൊണ്ടുവന്ന് അച്ഛനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശംബരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അതിലേക്കൂടെ വഴി തരുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞ കേൾക്കണം, അപ്പോൾ വഴി തരുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനിത് എൻ്റെ ധ്യാനത്തിനൊക്കെ വന്നിരിക്കുന്നതാണ്, ഞാൻ എൻ്റെ പ്രായമൊക്കെ എത്തുമ്പോൾ ഞാൻ സമാധിയാവേണ്ട സ്ഥലമാണ്, അതെങ്ങനെ ഇതപ്പോൾ പൊളിച്ചൊരിക്കലും മാറ്റാൻ പറ്റൂല എന്ന് അജിത മേഡത്തിൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, പോസ്റ്റ് അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. 9-ാം തീയതി 4-നും 6-നും അകത്താണ് ഞങ്ങൾ പോസ്റ്റ് അടിച്ചത്. ഞാൻ തന്നെ അടിച്ചത് ആലുമൂട്ടിന്ന്. 9-ാം തീയതി. അതിൽ ഒരു മാറ്റവും ഇല്ല. അവിടെ സാറിന് പോയി ചോദിക്കാം. എൻ്റെ അടുത്ത് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ സിയെ ചോദിക്കുകയും ചെയ്ത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അതേപോലെ ഞങ്ങൾ മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നെയ്യാറ്റിൻകര. അതേപോലെ നെയ്യാറ്റിൻകര എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ നെയ്യാറ്റിൻകര 2 പ്രാവശ്യം അന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. കാര്യം പൂ വാങ്ങാനും പിന്നെ ഇതിപ്പോൾ അച്ഛൻ്റെ പോസ്റ്റ് ഉണ്ട് ആ പ്രിന്റിലും. ഇപ്പോൾ ഹിന്ദു ആചാരം എങ്ങനെയുണ്ടെന്ന് ഇനിയിപ്പോൾ ഹിന്ദു ഐക്യവേദി തീരുമാനിക്കും. അപ്പോൾ ഹിന്ദു ഐക്യവേദി തീരുമാനിച്ചിട്ട് അപ്പോൾ അവരുടെ തീരുമാനങ്ങളും കൂടെ നമുക്ക് ഉറപ്പിക്കണം. കാര്യം ഹിന്ദു ആചാര്യത്തെ ഞങ്ങളാരും വ്രണപ്പെടുത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസ ജീവിതത്തിലേക്കാണ് സന്യാസ ജീവിതമാണ് അച്ഛൻ്റെത്. കാര്യം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മരുത്തമലയിൽ ഒരു അച്ഛൻ ആശ്രമമുണ്ട്. ആ ആശ്രമം അച്ഛൻ അയ്യാ വൈകുണ്ഠ സ്വാമിക്ക് അത് കൊടുത്തിട്ടാണ് അച്ഛൻ ഇവിടെ ക്ഷേത്രം പണിയുന്നത്. അത് കൊടുത്തിട്ടാണ്. ഇന്നലെ ഈ കുടുംബത്തിന്റെ നിലപാടിനൊപ്പം അതുകൊണ്ട് അച്ഛൻ സന്യാസി എന്ന് പറയുന്നത് അച്ഛൻ സന്യാസി തന്നെയാണ്. അച്ഛൻ നമുക്ക് ഋഷീശ്വരന്മാരെ പോലെയാണ്. പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു മിനിറ്റ്. അച്ഛൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ കാവി വസ്ത്രമാണ്, കാവി മുണ്ടാണ്, കാവി ഷർട്ടാണ് അച്ഛൻ ധരിക്കുന്നത്. ഏകദേശം 25 വർഷം കൊണ്ട്. അച്ഛന് ഇവിടെ ആറാലുമൂട് ചോദിച്ചു കഴിഞ്ഞാൽ ആരെടുത്ത് ചോദിച്ചാൽ അച്ഛൻ്റെ വേഷം ഏതാണെന്ന് പറയും. അച്ഛന് മുടി വെട്ടാൻ ഇല്ല. ഞങ്ങളടുത്ത് മൊഴിയെടുക്കുന്ന സമയത്ത് ഞങ്ങളടുത്ത് നോട്ടീസ് തരണ കാര്യം അതപ്പോൾ പറഞ്ഞപ്പോൾ നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ രഞ്ജിത്ത് ഇല്ല രഞ്ജിത്ത് സാറ് വിളിച്ചപ്പോൾ രഞ്ജിത്ത് സാർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യം ഹിന്ദു ഐക്യവേദിയായിട്ട് സംസാരിച്ചതിന് ശേഷം അവർക്ക് ഹിന്ദു ഐക്യവേദിയായിട്ട് സംസാരിച്ചതിന് മാത്രമേ അവർക്ക് തീരുമാനങ്ങളും എല്ലാം എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരാളുടെ ഇഷ്ടപ്രകാരം ഇതൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിയമപരമായിട്ടെന്ന് പറയുമ്പോൾ ഹിന്ദു ഐക്യവേദി അത് അവരുമായിട്ട് തീരുമാനമെടുത്തിട്ട് വേണം എല്ലാ കാര്യങ്ങളായിട്ട് ചെയ്യാനായിട്ട്. നിയമം അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങള് ഇത് നമ്മളത് അപ്പോഴുള്ള കാര്യമല്ലേ. അതല്ല, ഇന്നലെ നിങ്ങളെ അനുകൂലിച്ച സംഘടനകൾ പറഞ്ഞത് നിങ്ങൾക്ക് ആലോചിക്കാൻ 2 ദിവസത്തെ സമയം വേണം. കാര്യം കുടുംബത്തിനും ഈ സംഘടനകൾക്ക് ആലോചിക്കാൻ സമയം വേണം, നിങ്ങൾക്ക് കോടതിയിൽ ഉൾപ്പെടെ പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് നിങ്ങൾ കോടതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ അങ്ങനത്തെ നമ്മൾ 2 ദിവസമല്ല, നമ്മൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദി ഈ സമാധിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ അടുത്ത് ചോദിച്ചറിയണം. അതിനുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ചോദിച്ചറിയണം. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയായിരിക്കാം ഗ്യാപ്പ് ചോദിച്ചിട്ടുള്ളത്. ഇന്നലെ ഒത്തുതീർപ്പ് ചർച്ചയിൽ എന്താണേലും ഈ സ്ലാബ് പൊളിക്കേണ്ടി വരും എന്ന് അവർ പറഞ്ഞിരുന്നില്ലേ? ഇന്നലെ അവർ പൊളിക്കാൻ വേണ്ടിയാണല്ലോ വന്നത്. ഇന്നലെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒത്തുതീർപ്പ് ചർച്ച നടത്തിയത് എന്താണെങ്കിലും ഇത് പൊളിക്കേണ്ടി വരും എന്ന് അവർ അറിയിച്ചില്ലേ? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലല്ല സംസാരിച്ചത്. ഞാൻ ആദ്യം അതാണ് പറഞ്ഞത്. RDO ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. കളക്ടർ ഞങ്ങളുടെ അടുത്ത് ഈ പൊളിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എന്താണ് നടന്നതെന്ന് RDOയും പറഞ്ഞിട്ടില്ല, കളക്ടറും ഇതിനെക്കുറിച്ചായിട്ട് പറഞ്ഞിട്ടില്ല. എങ്ങനെ കേട്ടില്ല? പോയിരുന്നു. ആ സമയത്ത് ചർച്ചകൾ നടന്നില്ലേ?
ആ സമയങ്ങളിൽ ചർച്ചകൾ നടന്ന്, പക്ഷേ അവരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോകണം എന്നാണ് പറഞ്ഞത്. പിന്നെ നോട്ടീസിന്റെ കാര്യം എനിക്കറിയത്തില്ല. ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്യവേദിയായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ. അവർ ഒരു തീരുമാനം എടുക്കട്ടെ, ബാക്കി സമ്മതിക്കുന്നത് കാര്യം അത് പിന്നെ ഹിന്ദു ഐക്യവേദിയായിട്ട് തീരുമാനം എടുക്കട്ടെ. ആ ഹലോ, കഴിഞ്ഞു. സ്വാമിയുടെ മകനുമായി സംസാരിച്ച AV ജയശങ്കർ കൂടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ജയശങ്കർ, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ദുരൂഹ മരണത്തിൽ കല്ലറ പൊളിക്കാൻ പാടില്ല എന്നാണോ ഇവരുടെ വാദം? പറയൂ. അതായത് SKN എന്തായാലും ഈ കല്ലറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുകയാണ്. നമ്മൾ ഈ വിവാദ കല്ലറ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയുണ്ട്. അല്പസമയം മുമ്പ് ഈ ഗോപൻ സ്വാമിയുടെ മകനാണ് നമ്മളോട് സംസാരിച്ചത്. ഈ മകൻ പറയുന്നത് ഹിന്ദു ഐക്യവേദി ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. ഈ കല്ലറ പൊളിക്കണോ വേണ്ടയോ എല്ലാ കാര്യങ്ങളെല്ലാം ഹിന്ദു ഐക്യവേദിയുമായി സംസാരിച്ച ശേഷം തീരുമാനിക്കും. നമ്മൾ ആവർത്തിച്ച് ചോദിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ ഭരണഘടനയുണ്ട്, നിയമവ്യവസ്ഥിതിയുണ്ട്, അതിൻ്റെ എല്ലാം പിന്തുടരുമോ ഇല്ലെങ്കിൽ അതിൻ്റെ കീഴ്പ്പെട്ട് നിൽക്കുമോ എന്ന ചോദ്യത്തിനാണ് ഇത്തരത്തിൽ ഹിന്ദു ഐക്യവേദി കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന തരത്തിലുള്ള ഒരു മറുപടി ഈ ഗോപൻ സ്വാമിയുടെ മകൻ നൽകിയത്. ഈ കോടതിയിൽ പോകുമെന്ന കാര്യത്തിലും ഒരു വ്യക്തമായ ഉത്തരമില്ല. ആദ്യഘട്ടത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് പറയുന്നു, പിന്നീട് ആ കാര്യത്തിൽ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറയുന്നു. അങ്ങനെ വ്യക്തതയില്ലാത്ത ചില മറുപടികളാണ് ഈ മകൻ നൽകിയത്. എന്തായാലും ഈ കല്ലറ പൊളിക്കുക എന്ന തീരുമാനത്തോട് തികഞ്ഞ വിയോജിപ്പാണ് ഈ കുടുംബത്തിനുള്ളത്. വലിയ എതിർപ്പുണ്ട്. ഇന്നലെ നെയ്യാറ്റിൻകരയിൽ ജില്ലാ സബ് കളക്ടർ ഉൾപ്പെടെ നടത്തിയ ചർച്ചയിലും ഈ കുടുംബം ഈ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നിടത്ത് പോലീസ് ഇൻക്വസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ക്രമീകരിച്ചു. പക്ഷേ സ്ഥലത്ത് വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടായി. പിന്നീട് പോലീസ് ഈ ശ്രമം ഉപേക്ഷിച്ച് ചർച്ചയിലേക്കും മറ്റും കടന്നു. എന്തായാലും ഇന്ന് ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് ഈ കല്ലറ പൊളിക്കണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും. എന്തായാലും കുടുംബത്തെ ജില്ലാ ഭരണകൂടം കല്ലറ പൊളിക്കേണ്ടി വരും, പൊളിച്ച് പരിശോധിക്കേണ്ടി വരും എന്ന കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു നിയമവ്യവസ്ഥിതിയുണ്ട്, പരാതികളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പരാതികളുടെ മേൽ അന്വേഷണം നടത്തി ഇതിലൊരു വ്യക്തത വരുത്തണം. കാരണം ഈ മൃതശരീരം ഈ കല്ലറയ്ക്ക് ഉള്ളിലുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആദ്യഘട്ടത്തിൽ ഒരു മിസ്സിംഗ് കേസ് എടുത്തോ, പിന്നീട് അത് ദുരൂഹമരണമാക്കി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം കൃത്യമായി പോകുന്നു. പക്ഷെ കുടുംബം ഈ കല്ലറ പൊളിക്കേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണുള്ളത്. നമ്മൾ ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.